ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കൃഷ്ണമന്ദിർ നയിക്കുന്ന ഭാഗവത പഠന ക്ലാസ്. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 11-ാം അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് ക്ലാസ് ആരംഭിക്കുന്നത്. ഇന്നലെ 27-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 11-ാം അധ്യായം 28-ാമത്തെ ശ്ലോകം മുതൽ. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രൗവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ജുഹാവ. പുത്രേതി തന്മയതയാ തരവോജ്ഞേതുസ്തം സർവഭൂതഹൃദയം മുനിമാഹതു. സമാദരണീയരായ എല്ലാ പ്രതിഭകൾക്കും വിനീതമായ പ്രണാമം. 11-ാം അധ്യായം 28-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. പഞ്ചവർഷീ ജനനീം ത്വം വിഹായ മാതുസ്വപത്ന്യാവചഭാഭിന്നവർമാം വനം ഗതസ്തപസാ പ്രത്യഗക്ഷമാരാധ്യലേഭേ മൂർധ്നിപദം ത്രിലോക്യാഹം. കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് അതിമനോഹരമായ വേദാന്ത തത്വം കൊണ്ട് നിന്റെ സഹോദരനായ ഉത്തമനെ കൊന്ന യക്ഷന്മാരുള്ള വിരോധം മാറ്റണം. നിന്റെ സഹോദരൻ മരിച്ചത് അദ്ദേഹത്തിന്റെ കാലകർമ്മഗതി കൊണ്ടാണ്, മറ്റൊരാൾ അതിന് നിമിത്തം അല്ല എന്നറിയാൻ വേണ്ടി കുറെ വേദാന്ത തത്വങ്ങൾ ഉപദേശിച്ചിട്ട് ആ ഈശ്വരേച്ഛ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, ആ ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുകയുള്ളൂ വഴി എന്ന് ഉപദേശിച്ചു കഴിഞ്ഞ് വേദാന്ത ഉപദേശം പൂർണ്ണമാവുകയാണ്. പഞ്ചവർഷി, യാതൊരുവനാണോ 5 വയസ്സുള്ളവൻ, ജനനിയും ത്വം വിധായ, അമ്മയെ നീ ഉപേക്ഷിച്ചിട്ട്. 5 വയസ്സുള്ള നീ അമ്മയെ ഉപേക്ഷിച്ചിട്ട്. മാതുഹു സ്വപത്ന്യ, അമ്മയുടെ സ്വപത്നിയായ പുരുതിയുടെ വചഫ, വാക്കുകൊണ്ട് മർമ്മങ്ങൾ പിളർന്നിട്ട് വനം ഗത, വനത്തിലേക്ക്. തപഫ പ്രത്യഗക്ഷമാരാധ്യ, തപസ്സുകൊണ്ട് പ്രത്യേക അക്ഷം, ഇന്ദ്രിയത്തിന് നേരെ മുമ്പിൽ പ്രത്യക്ഷനായി തീർന്ന ഭഗവാനെ ആരാധിച്ചിട്ട് ലേഭേ, ലഭിച്ചു, മൂർധ്നിപദം ത്രിലോക്യാഹം, ഈ ത്രിലോകിയുടെ മൂർധാവിലുള്ള ഒരു പദം നീ സമ്പാദിക്കുകയും ചെയ്തു. ഇനി ഭഗവത് പ്രസാദം കൊണ്ട് നേടാത്ത ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞ ഉദാഹരണം നീ തന്നെയാണ്. ഇപ്പൊ നിനക്ക് സംഭവിച്ചത് ഭഗവത് പ്രസാദം കൊണ്ട് നിനക്ക് ലഭിച്ച ദുർലഭമായ സ്ഥാനം, അതിനെ നീ മറന്നിരിക്കുന്നു അനർത്ഥം കൊണ്ട്. അതുകൊണ്ട് വീണ്ടും ആ ഭഗവാനെ തന്നെ ആശ്രയിക്കലാണ് വേണ്ടതെന്ന് ഉപദേശിക്കുക. 5 വയസ്സ് മാത്രമുണ്ടായിരുന്ന നീ അമ്മയായ സപത്നിയായ ഫുരുചിയുടെ വാക്കുകൊണ്ട് ഹൃദയത്തിൽ മുറിവ് തട്ടിയവരായ നീ അമ്മയെ ഗൃഹത്തിൽ ആക്കിയിട്ട് വനത്തിലേക്ക് പോയി. നാരദ മഹർഷിയിൽ നിന്ന് മന്ത്രോപദേശം കിട്ടി, ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി അന്തര്യാമിയായ ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിച്ച് പ്രത്യക്ഷനായി 3 ലോകത്തിന്റെ മുകളിലുള്ള ധ്രുവസ്ഥാനം ലഭിക്കുകയും ചെയ്തു. നീ തന്നെ സാക്ഷിയല്ലേ, അനുഭവസ്ഥനല്ലേ. പക്ഷെ നീ ഇപ്പൊ അത് മറന്നുപോയി. ലോകത്തുള്ള ജനങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഈശ്വര കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട് എന്തെങ്കിലും ലഭിച്ച തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, പിന്നത് മറക്കും. പിന്നത് പറഞ്ഞിട്ട് എന്റെ കഴിവാണ് എന്ന് പറഞ്ഞ് എന്നെ ദ്രോഹിച്ചവൻ ആരാണ്, എന്റെ ബന്ധുക്കളെ നിഗ്രഹിച്ച അവനെ കൊന്നിട്ടേ ഉള്ളൂ ബാക്കി എന്നിങ്ങനെ
ഇത്രയും യോഗസിദ്ധികൾ കൂടി ഭഗവത് ദർശനം കിട്ടിയ തോനു പോലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമെങ്കിൽ നമ്മളുടെ കഥ പറയാനേ ഇല്ല. എന്തൊരു കഷ്ടതരമാണ് നമ്മളുടെ അവസ്ഥ. ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് നമ്മൾ മുഴുവൻ സമയവും ഈ ഭൗതികതയിൽ മറ്റുള്ളവരിൽ കുറ്റം ആരോപിച്ച്, മറ്റുള്ളവരിൽ ദോഷം കണ്ടുപിടിച്ച് പെരുക്കി കാണിച്ച്, തൻ്റേതായതെല്ലാം മറച്ചു പിടിച്ച് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ മനുഷ്യരൊക്കെ. അതുകൊണ്ട് നീ 5 വയസ്സുള്ളപ്പോൾ അനുഭവസ്ഥനല്ലേ, പക്ഷെ അത് വിട്ടുപോയി, ഇനിയും തുടരണം എന്ന് മനു ഉപദേശിക്കാം. പഞ്ചവർഷീ ജനനീം ത്വം വിഹായാം മാതുസ്വപത്ന്യാ വചസാ ഭിന്നമർമാം വനം ഗതസ്തപസാ പ്രത്യക്ഷം ആരാധ്യലേഭേ മൂർത്തിപദം ത്രിലോക്യാം. പഞ്ചവർഷീയഃ ത്വം മാതുസ്വപത്ന്യാഃ ഭിന്നമർമാ ജനനീം വിഹായ വനം ഗതഃ പ്രത്യക്ഷം തപസാരാധ്യ ലോക്യാഹ മൂർധിനി പദം ലേഭേ. പഞ്ചവർഷീ ജനനീം ത്വം വിഹായാം മാതുസ്വപത്ന്യാ വചസാ ഭിന്നമർമാം വനം ഗതസ്തപസാ പ്രത്യക്ഷമാരാധ്യ ലേഭേ മൂർത്തിപദം ത്രിലോക്യാം. പഞ്ചവർഷീ ജനനീം ത്വം വിഹായാം മാതുസ്വപത്ന്യാ വചസാ ഭിന്നമർമാം വനം ഗതസ്തപസാ പ്രത്യക്ഷം ആരാധ്യ ലേഭേ മൂർത്തിപദം ത്രിലോക്യാം. തമേനം അംഗാത്മനിമുക്തവിഗ്രഹേ വ്യപാശ്രിതം നിർഗുണമേകമക്ഷരം ആത്മാനമന്വിച്ഛ വിമുക്തമാത്മദൃഗ് യസ്മിന്നിദം ഭേദമഭത് പ്രതീയതേ. തം ഏനം അംഗ, ഹേ അംഗ സംബോധനയാണ്, അല്ലയോ പൂജ്യരായുള്ളവന്. തം ഏനം ആ ഭഗവാൻ ആത്മൻ ഉള്ളിൽ മുക്തവിഗ്രഹേ വിഗ്രഹത്തെ വേറിട്ടിരിക്കുന്ന ആത്മാവിൽ, സ്വരൂപത്തെ വേറിട്ട ആത്മാവിൽ, നിർഗുണസ്വരൂപമായ ആത്മാവിൽ, മുക്തവിഗ്രഹേ വ്യപാശ്രിതം ആശ്രയിക്കപ്പെട്ട നിർഗുണം ഏകം അക്ഷരം, നിർഗുണവും ഏകവുമായ അക്ഷരസ്വരൂപത്തെ, ഹേ ധ്രുവ, നീ ആത്മസാക്ഷാത്കാരം കൊണ്ട് നേടിയത് സ്വരൂപനായ ഈശ്വരനല്ല, അരൂപനായ നിർഗുണനായ ഈശ്വരനെ തന്നെയാണ് നീ നേടിയെടുത്തത്. അത് നീ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം ഇനി ജീവിക്കാൻ. തമേനം അംഗ ആത്മനി മുക്തവിഗ്രഹേ വ്യപാശ്രിതം നിർഗുണം ഏകം അക്ഷരം. അങ്ങനെയുള്ള ആത്മാനം അന്വേഷ, ആത്മാവിനെ ശരണം പ്രാപിക്കുക. വിമുക്തം ആത്മദൃഗ്, എല്ലാത്തിൽ നിന്നും വിമുക്തനായി ആത്മദൃക്കായി, ആത്മാവിൽ തന്നെ കണ്ണോട് കൂടിയവനായിട്ട്, യസ്മിന് ഇതം, യാതൊന്നിലാണോ ഈ പ്രപഞ്ചം മുഴുവനും, ഭേദം അസത് പ്രതീയകൾ, അസത്തായ ഇല്ലാത്തതായ ഭേദത്തോടുകൂടി പ്രതീയതയെ കാണപ്പെടുന്നു. ഇപ്പം നീ സാക്ഷാത്കരിച്ച ഗരുഡാരൂഢനായ ഭഗവത് സ്വരൂപത്തെ, വിഗ്രഹത്തെ അല്ല നിന്റെ മനസ്സിൽ നീ അന്വേഷിക്കേണ്ടത്, പരമാത്മസ്വരൂപത്തെ. അതിനാകൃതിയില്ല, രൂപമില്ല, അക്ഷരമാണ്. അങ്ങനെയുള്ള അദൃശ്യനായ പരമാത്മാവിനെ സൂക്ഷ്മദർശിനിയായ ബുദ്ധി കൊണ്ട് നീ കണ്ടെത്തൂ. ഈശ്വരൻ സ്ഥൂലദൃഷ്ടിക്ക് വിഷയമല്ല, സൂക്ഷ്മദൃഷ്ടിക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നിർഗുണനായ, ഒരു ഭേദവും നാശവുമില്ലാത്ത, അസത്തായിരിക്കുന്ന, ഈ നാനാത്വം സർവാധിഷ്ഠിതമായിരിക്കുന്ന ഭഗവാനെ തന്നെ അറിയണം. അതറിയാത്തത് കൊണ്ടാണ് നിനക്ക് ഇപ്പോൾ ഈ ഭേദബുദ്ധി തോന്നും കാരണം. തമേനമംഗ ആത്മനിമുക്ത വിഗ്രഹേ വ്യപാശ്രിതം നിർഗുണമേകമക്ഷരം
ആത്മാനമന്വിച്ഛ വിമുക്തം ആത്മദൃക് യസ്മിന്നിദം ഭേദമുപീയതേ. മുക്തവിഗ്രഹേ ആത്മനി വ്യപാസൃതം നിർഗുണം ഏകം അക്ഷരം വിമുക്തം തം ഏനം ആത്മാനം ആത്മദൃക് അന്വിച്ഛ യസ്മിൻ ഭേദം പ്രതീയതേ. തമേനമംഗാത്മനി മുക്തവിഗ്രഹേ വ്യപാസൃതം നിർഗുണമേകമക്ഷരം ആത്മാനമന്വിച്ഛ വിമുക്തം ആത്മദൃക് യസ്മിന്നിദം ഭേദമപീയതേ. തമേനമംഗ ആത്മനി മുക്തവിഗ്രഹേ വ്യപാസൃതം നിർഗുണമേകമക്ഷരം ആത്മാനമന്വിച്ഛ വിമുക്തമാത്മദൃക് യസ്മിന്നിദം ഭേദമപീയതേ. ത്വം പ്രത്യഗാത്മനി തഥാ ഭഗവത്യനന്ദ ആനന്ദമാത്ര ഉപപന്ന സമസ്തശക്തൗ ഭക്തിം വിധായ പരമാം ശനകൈരവിദ്യ ഗ്രന്ഥിം വിഭിക്ഷസി അവാഹമിതി പ്രരൂഢം. ത്വം നീ എന്താ ഇനി ചെയ്യുന്നത്? പ്രത്യഗാത്മനി വേറിട്ടിരിക്കുന്ന നിന്റെ ഈ ആത്മാവിൽ ഓരോന്നിലും കാണപ്പെടുന്ന ആ പരമാത്മാവിൽ തഥാ ഭഗവതി അനന്തേ അനന്തനായ ഭഗവാനിൽ, ഭഗവതി ഭഗവാനിൽ എന്നർത്ഥം, അനന്തനായ ഭഗവാനിൽ ആനന്ദമാത്ര ഉപപന്ന സമസ്ത ശക്തവും ആനന്ദമാത്രമായിരിക്കുന്നവനായ ആ ഭഗവാനിൽ ഉപപന്ന സമസ്ത ശക്തവും എല്ലാ ശക്തിവിശേഷങ്ങളോടും കൂടിയിരിക്കുന്ന ആ ഭഗവാനിൽ പ്രത്യഗാത്മനി ആത്മസ്വരൂപനായ ഭഗവാനിൽ പരമാം ഭക്തി വിധായ പരമമായ ഭക്തിയെ ചെയ്തിട്ട് ശനകൈഹി പതുക്കെ അവിദ്യാഗ്രന്ഥിനി വിഭിക്ഷി അവിദ്യയുടെ കെട്ടിനെ ഭേദിക്കും. ഗ്രന്ഥിക്കട്ടൽ വിഭേഷ്യഫി ഭേദിക്കും ഭാവികാലമാണ്. മമ അഹം ഇതി പ്രയൂഢം ഞാനെന്നും എൻ്റേതെന്നും വളർന്നു വന്ന ഗ്രന്ഥി. നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്ന രണ്ട് ഗ്രന്ഥികളാണ് ഞാനെന്നും അഹമെന്നും. ക്യാൻസർ പോലെ തന്നെ അത് നമ്മളെ തന്നെ നശിപ്പിക്കാൻ കാരണമാകും. മമാഹമിതി പ്രരൂഢം ഗ്രന്ഥിം അവിദ്യാഗ്രന്ഥി. ഞാനെന്നും എൻ്റെയെന്നും വളർന്നു വളർന്നു വരുന്ന അവിദ്യയാകുന്ന ഈ കെട്ടിനെ വിഭേക്ഷിഫി നിനക്ക് ഭേദിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ആനന്ദമാത്രനായ പ്രത്യേകാത്മസ്വരൂപനായ സമസ്ത ശക്തികളോടും കൂടിയ ആ ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. ആനന്ദത്തിന് സമഷ്ടിസ്വരൂപനാണ് ഭഗവാൻ. അവിദ്യയും വിദ്യയും ഒന്നുപോലെ ഭഗവാനിൽ ചേർന്നിരിക്കുകയാണ്. മായയും വിദ്യയും ഇത് രണ്ടും ഭഗവാനിൽ ഒരുപോലെ ചേർന്നിരിക്കുകയാണ്. സമസ്ത ശക്തവും എല്ലാ ശക്തികളും ഭഗവാനിൽ ഒന്നിച്ചേർന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആ പരമാത്മാവിൽ നിന്റെ ബുദ്ധി ഉറപ്പിക്കുക. അപ്പോൾ ജന്മജന്മാന്തരങ്ങൾ കൂടി ആവർത്തിച്ച് ബലമുറപ്പിച്ചു കൊണ്ടുവന്ന ഞാനെന്നും എൻ്റെ എന്നുമുള്ള ഈ രണ്ട് അഭിമാനമായ അവിദ്യാബന്ധത്തിൽ നിനക്ക് പതുക്കെ മുക്തനാവാം. അങ്ങനെ മുക്തനായാൽ അനർത്ഥം ഇല്ലാണ്ടാകും, ആനന്ദപ്രാപ്തി ഉണ്ടാകും. അത് ഭക്തി കൊണ്ടാകും. അത് അപായരഹിതമാണ് ഈ ഭക്തി എന്ന ഉപായം എന്ന് ഭക്തിയിലൂടെ ആത്മസാക്ഷാത്കാരം ഇനിയുള്ള കാലം സൃഷ്ടിക്കണം. യുദ്ധം ചെയ്ത് ജനങ്ങളെയും കൊന്ന് പിന്നെ നടന്നിട്ട് ഒരു കാര്യവും. ത്വം പ്രത്യഗാത്മനി തഥാ ഭഗവത്യനന്ദേ ആനന്ദമാത്രമുപപന്ന സമസ്ത ശക്തൗ ഗ്രന്ഥിം ഭക്തിം വിധായ പരമാം ശനകൈർ അവിദ്യാ ഗ്രന്ഥിം വിഭിക്ഷി അമാഹമിരൂഢം. ഭഗവതി അനന്തേ ആനന്ദമാത്രേ ഉപപന്ന സമസ്ത ശക്തൗ പ്രത്യഗാത്മനി പരമാം ഭക്തിം വിധായ
മമ അഹം ഇതി പ്രരൂഢം അവിദ്യാഗ്രന്ഥിം ശനകൈഃ ത്വം ബിഭിത്സ്യസി ത്വം പ്രത്യഗാത്മനി തദാ ഭഗവത്യനന്ദ ആനന്ദമാത്ര ഉപപന്ന സമസ്തശക്തൗ ഗ്രന്ഥിം വിധായ പരമാം ശനകൈരവിദ്യാഗ്രന്ഥിം ബിഭിത്സ്യസി മാഹം ബിഭ്രൂഢം ത്വം പ്രത്യഗാത്മനി തദാ ഭഗവത്യനന്ദ ആനന്ദമാത്ര ഉപപന്ന സമസ്തശക്തൗ ഭക്തിം വിധായ പരമാം ശനകൈരവിദ്യാഗ്രന്ഥിം ബിഭിത്സ്യസി മാഹമിതിരൂഢം സംയച്ഛരോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാംബരം കൃപേന ഭൂയസാ രാജൻ ഗതേന യഥാമയം സംയച്ഛരോഷ കോപത്തെ അടക്കി സംയച്ഛ അടക്കും തേ ഭദ്രം നിനക്ക് മംഗളമുണ്ട് പ്രദീപം രോഷം രോഷത്തിന് വിശേഷമാണ് പ്രദീപം പ്രദീപം എന്ന് വെച്ചാൽ വിരോധിയായിരിക്കുക എന്നത് രോഷം എപ്പോഴും വിരോധിയാണ് നമ്മെ രോധിക്കുന്നതാണ് അങ്ങനെ പ്രദീപമായിരിക്കുന്ന രോഷത്തെ സംയച്ഛ അടക്കൂ തേ ഭദ്രം ശ്രേയസാംബരം ശ്രേയസ്സുകൾക്കപ്പുറത്തുള്ള മംഗളം നിനക്ക് ഉണ്ടാവട്ടെ ശ്രുതേന പൂജ ധാരാളം കേട്ടതുകൊണ്ട് രാജൻ ഹേ രാജാവേ അഗതേന യഥാ ആമയ വൈദ്യനെ കൊണ്ട് എപ്രകാരമാണോ രോഗം ശമിക്കുന്നത് അതുപോലെ ഔഷധം സേവിക്കുന്നത് കൊണ്ട് രോഗം മാറുന്നത് പോലെ ഭഗവാനെ ആശ്രയിച്ച് സേവിച്ചാൽ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും എന്നുറപ്പാണ് ശ്രേയസിനെ വിരോധിക്കുന്ന ഈ കോപത്തെ അടക്കണം കോപിച്ചു വന്നാൽ അത് ശ്രേയസിന് വിരോധമാണ് അങ്ങനെയുള്ള കോപത്തെ അടക്കണം പഠിപ്പ് ഇത്രയും കാലവും പഠിച്ചതിനെ ആശ്രയിച്ച് കോപത്തെ നിയന്ത്രിക്കാൻ പറ്റും ഏതുപോലെയാണ് ഔഷധ സേവ കൊണ്ട് രോഗം മാറുന്നത് പോലെ ഭഗവത് സേവ കൊണ്ട് കോപം തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഉദാഹരിക്കാം സംയച്ഛരോഷം ഭദ്രം ദേ പ്രദീപം ശ്രേയസാം പരം ശ്രുതേന ഭൂയസാ രാജൻ യഥേന യഥാമയം ശ്രേയസാം പരം പ്രദീപം രോഷം അഗതേന ആമയം യഥാ ശ്രുതേന സംയച്ഛ ഹേ രാജൻ തേ ഭദ്രം സംയച്ഛരോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാംബരം ശ്രുതേന ഭൂയസാ രാജൻ അഗതേന യഥാമയം സംയച്ഛരോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാംബരം ശ്രുതേന ഭൂയസാ രാജൻ അഗതേന യഥാമയം ഏനോപസൃഷ്ടാൻ പുരുഷാല്ലോകാം ഉദ്വിജതേ ഭൃഷം ന ബുധ തദ്വശം ഗച്ഛേത് ഇച്ഛന്നഭയമാത്മനാം ഏന യാതൊന്നിനാലാണോ ഉപസൃഷ്ടം ഉണ്ടാക്കിയ സ്പർശിക്കപ്പെട്ട അനുഭവിച്ചറിഞ്ഞ പുരുഷനിൽ നിന്നും ലോക ഉദ്വിജതേ ഭൃഷം ഈ ലോകം വളരെ വേഗം ഉദ്വേഗത്തെ പ്രാപിക്കും യാതൊന്നിൽ സ്പർശിക്കപ്പെട്ട പുരുഷനിൽ നിന്ന് ഈ ലോകം വളരെ വേഗം ഉദ്വേഗത്തെ പ്രാപിക്കും രോഷം കൊണ്ടാണ് നീ ഇപ്പോൾ പരമപുരുഷനിൽ വിരോധം കാണിക്കുന്നത് ഞാൻ ക്ലാസ് മനസ്സിലായി അതെ ഏനോപസൃഷ്ടാത് പുരുഷാല്ലോക ഉദ്വിജതേ ഭൃഷം
യാതൊന്നുകൊണ്ട് സ്പർശിക്കപ്പെട്ട പുരുഷനിൽ നിന്നും ലോകം ഏറ്റവും അധികം ഉദ്വേഗത്തെ പ്രാപിക്കുന്നുവോ ന ബുധ തദ്വശം ഗച്ഛേത് ഇച്ഛൻ അഭയമാത്മന. ആത്മനഃ അഭയമിച്ഛൻ, തനിക്ക് തന്നെ അഭയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ബുധൻ, അറിവുള്ളവൻ, തദ്വശം, അതിന്റെ വശത്തേക്ക് ന ഗച്ഛേത്, പോവരുത്. രോഷം കൊണ്ടാണ് നീ ഇപ്പോൾ ആ പരമപുരുഷനിൽ നിന്നും അകന്നിരിക്കാൻ കാരണം. നിർഭീകമായി ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ രോഷത്തെ അടക്കിയേ പറ്റുകയുള്ളൂ. രോഷം ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ വിഘ്നമാണ്. അതുകൊണ്ട് സർവ്വലോകത്തിനും കാരണനായ ആ ഭഗവാനെ, സർവ്വലോകപാലകനായ ആ ഭഗവാൻ ക്രോധിക്കുന്നത് കൊണ്ട് ഭയമുണ്ടാകും. അതുകൊണ്ട് ആത്മാഭയത്തെ ആഗ്രഹിക്കുന്നവൻ അന്നിൽ ഭയം ജനിപ്പിക്കുന്ന ക്രോധം അംഗീകരിക്കാതിരിക്കണം എന്ന് സാരം. ന ബുധ തദ്വശം ഗച്ഛേത്, കോപത്തിന് വശത്തേക്ക് ബുധൻ പോവരുത്. ഇച്ഛന് അഭയമാത്മന, തന്നെത്താൻ അഭയം ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ആ കോപത്തിന് വഴി കൂടി പോകരുത്. അതുകൊണ്ട് ഹേതുവ, കോപത്തെ അടക്കുക, എങ്കിലേ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഏനോപസൃഷ്ടാത് പുരുഷാത് ലോക ഉദ്വിജതേഭം നബുധ തദ്വശം ഗച്ഛേത് ഇച്ഛന്നഭയമാത്മനാം. ഏന ഉപസൃഷ്ടാത് പുരുഷാത് ലോകഃ ഭൃശം ഉദ്വിജതേ. ആത്മനഃ അഭയം ഇച്ഛൻ ബുധഃ തദ്വശം ഗച്ഛേത്. ഏനോപസൃഷ്ടാത് പുരുഷാത് ലോകാം ഉദ്വിജതേ ഭൃശം ന ബുധ തദ്വശം ഗച്ഛേത് ഇച്ഛന്നഭയമാത്മനാം. ഏനോപസൃഷ്ടാത് പുരുഷാത് ലോകാം ഉദ്വിജതേ ഭൃശം ന ബുധ തദ്വശം ഗച്ഛേത് ഇച്ഛന്നഭയമാത്മനാം. ഏളനം ഗിരിശബ്ദാതുഃ ധനദസ്യത്വയാ കൃതം യജ്ഞഘ്നിവാൻ പുണ്യജനാൻ പ്രാതുജ്ഞാനിത്യഭിയുതാം. ഏളനം ഗിരിശഭ്രാതുഃ ധനദസ്യത്വയാ കൃതം. ഗിരിശന്റെ സഹോദരനായ, പരമശിവന്റെ സഹോദരനായ ധനദസ്യ, ധനദൻ, കുബേരൻ, ധനം ദാനം ചെയ്തവൻ, ആ കുബേരന്റെ ഹേളനം, നിന്ദ, ത്വയാകൃതം, നിന്നാൽ ചെയ്യപ്പെട്ടു. ഇപ്പൊ നീ കുബേരനെ നിന്ദിച്ചു. കുബേരൻ ആരാണ്? പരമശിവന്റെ സഹോദരനാണ്. പറയാൻ കാരണം, കൈലാസമാണ് പരമശിവന്റെ ആസ്ഥാനം. കൈലാസത്തിന്റെ ഒരു ഭാഗമാണ് അളക. അളകയുടെ ആസ്ഥാന വിദ്വാൻ ഈ അളകേശനാണ്, കുബേരനാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ദിക്കിലുണ്ടായവർ എന്നുള്ള മട്ടിൽ ഇവർ സഹോദരന്മാരായിട്ട് തീരും. അതുകൊണ്ടാണ് ആ പരമശിവ സഹോദരനായിരിക്കുന്ന കുബേരനെയാണ് നീ ഇപ്പോൾ നിന്ദിച്ചിരിക്കുന്നത്. ജഖ്നിവാൻ, യാതൊന്നാണോ ജഖ്നിവാൻ, ജഖ്നിവാൻ ഹനിച്ചു എന്നതിനാൽ, ഹനനം ചെയ്തു എന്നതുകൊണ്ട് പുണ്യജനാൻ, യക്ഷന്മാരെ, ഭ്രാതൃഘ്നാൻ, സഹോദരനായ ഉത്തമനെ കൊന്നവൻ എന്ന്, ഇതി അമർഷിത, എന്നുള്ള അമർഷം കൊണ്ടാണ്. അമർഷം കൊണ്ടാണ് വാസ്തവത്തിൽ നീ ഇപ്പോൾ ഈ പരമശിവ സഹോദരനായി കുബേരന്റെ അനുചരന്മാരോട് യുദ്ധം ചെയ്ത് അവരെ നിഗ്രഹിക്കുന്നത്.
അമർഷിതനായിട്ടാണ് പുണ്യജനങ്ങളെ നിഗ്രഹിക്കുന്നത് ശരിയല്ല എന്നുള്ളത് നിനക്കറിയാം. എങ്കിലും നീ ഇപ്പോൾ ആ പുണ്യജന നിഗ്രഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കുബേരനെ അവമാനിച്ചതുകൊണ്ട് കുബേരൻ ഒരു സാമാന്യനല്ല, സാക്ഷാൽ ശിവന്റെ സഹോദരനെ പോലെ കുബേരനെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്. നിന്റെ സഹോദരനെ വധിച്ചു എന്നുള്ളത് അതിനു പകരമായി നീ പുണ്യജനങ്ങളെ സംഹരിച്ചു എന്നുള്ളതും കുബേരന്റെ അനുചരന്മാരുടേതായ ഈ പ്രവൃത്തി ഒരു അവമാനത്തിൽ വന്ന് കലാശിച്ചു. കുബേരൻ സാമാന്യനല്ല എന്നോർക്കണം. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയൂ, ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് ഉപദേശരൂപേണ പിന്തിരിയും. കേളനം ഗിരിശഭ്രാതുർ ധനദസ്യത്വയാകൃതം യജ്ഞിവാൻ പുണ്യജനാൻ ഭ്രാതുർഘ്നാനിത്യമർഷിതാം. ഭ്രാതുഘ്നാൻ ഇതി മത്വാ അമർഷിതഃ പുണ്യജനാൻ ജഗ്നിവാൻ യത് ഗിരിശഭ്രാതുഃ ധനദസ്യ ഹേളനം ഹേളനം ഗിരിശഭ്രാതുർ ധനദസ്യത്വയാകൃതം യജ്ഞിവാൻ പുണ്യജനാൻ ഭ്രാതുർഘ്നാനിത്യമർഷിതഃ. ഹേളനം ഗിരിശഭ്രാതുഃ ധനദസ്യത്വയാകൃതം യജ്ഞിവാൻ പുണ്യജനാൻ ഭ്രാതുർഘ്നാനിത്യമർഷിതഃ. തം പ്രസാദയ വത്സാശു ഫറ്റ്നത്യാപ്രസ്രയോക്തിഭിः ന യാവൻ മഹതാം തേജ കുലം നോഭിഭവിഷ്യതി. ഹേ വത്സ, ആശു തം പ്രസാദയ, അല്ലേ കുഞ്ഞെ അവനെ വേഗം പ്രസാദിക്കൂ. തം അവനെ, ഇങ്ങനെയുള്ള ഭഗവാനെ പ്രസാദിപ്പിക്കൂ. വത്സ ആശു, വത്സ എന്നുള്ള കുഞ്ഞെ സംബോധന, ആശു വേഗം പ്രസാദിച്ചു. പന്നത്യ പ്രസ്രയുക്തി, നമസ്കാരം കൊണ്ടും വിനയാന്വിതമായ വാക്കുകൊണ്ടും ആ ധനധനെ പ്രസാദിക്കും. ആ കുബേരനെ പ്രസാദിക്കും. ആ കുബേരന്റെ മുമ്പിൽ നമസ്കരിക്കണം. പന്നതി, നമസ്കാരം. നദിയാണ് സന്നതി, അതിന്റെ തൃതിയാണ് സന്നദ്ധ്യ. അവരെ പ്രശ്രയ ഉക്തിഭി, വിനയാന്വിതമായ വാക്കുകൾ കൊണ്ടും ആ കുബേരനെ പ്രസാദിപ്പിക്കൂ. ന യാവൻ മഹതാം തേജ, യാതൊരു വരെയാണോ മഹാന്മാരുടെ തേജസ്, നോ കുലം, നമ്മുടെ കുലത്തെ അഭിഭവിഷ്യതി, പരാജയപ്പെടും. നമസ്കാരം കൊണ്ടും വിനയം കൊണ്ടും അവനെ പ്രസാദിപ്പിക്കും. നമ്മുടെ വംശത്തെ നശിപ്പിക്കുന്നതിന് മുമ്പ് വളരെ വേഗം അവനെ ഒന്ന് നമസ്കരിച്ച് സത്യമായ വാക്കുകൾ കൂടി അവൻ. തം പ്രസാദയ വത്സാശു സന്നദ്ധ്യാപ്രസ്രയോക്തിഭിः ന യാവൻ മഹതാം തേജ കുലം നോഭിഭവിഷ്യതി. മഹതാം തേജഃ ന കുലം യാവത് ന അഭിഭവിഷ്യതി ഹേ വത്സ. ആശു സന്നദ്ധ്യാപ്രസ്രയോക്തിഭിः തം പ്രസാദയ. തം പ്രസാദയ വത്സാശു സന്നദ്ധ്യാപ്രസ്രയോക്തിഭിः ന യാവൻ മഹതാം തേജ കുലം നോഭിഭവിഷ്യതി. തം പ്രസാദയ വത്സാശു സന്നദ്ധ്യാപ്രസ്രയോക്തിഭിः ന യാവൻ മഹതാം തേജ കുലം നോഭിഭവിഷ്യതി. ഏവം സ്വായംഭുവ പൗത്രവനുശാസ്യമനുർധ്രുവം തേന അഭിവന്ദിതസാകം പശുതുസ്വപുരം ജയൗ. ഇങ്ങനെ സ്വായംഭുവ മനു, സ്വായംഭുവ മനു പൗത്രം അനുശാസ്യം, പുത്രന്റെ പുത്രനായ കൊച്ചുമകനെ
ഉപദേശിച്ചിട്ട് ആ മനു ആ ധ്രുവനെ ഉപദേശിച്ചിട്ട് തേന അഭിനന്ദിത അവനാൽ വന്ദിക്കപ്പെട്ടവനായിട്ട് ഭാഗം ഋഷിമാരോടൊപ്പം സ്വപുരം ഒരു സ്വന്തം പുരത്തിലേക്ക്. ഏവം ഇങ്ങനെ സ്വയംഭൂവ മനു ആ ധ്രുവനായ പൗത്രനോട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അവനാൽ വന്ദിക്കപ്പെട്ടവനായി ഋഷിമാരോടൊപ്പം സ്വന്തം പുരത്തിലേക്ക് പോയി. മനു ഇതിനു വേണ്ടി വന്നതാണ്. വന്ന് ഉപദേശിച്ചു. യുദ്ധം അവിടെ മതിയാക്കാൻ വേണ്ടിയാണ് ഉപദേശം. അത് കാര്യകാരണത്തോട് വേദാന്ത പരിഭാഷയിലൂടെ അവതരിപ്പിച്ചു. ഏവം സ്വയംഭുവ പൗത്രം അനുശാസ്യമനുധ്രുവം തേനാഭിവന്ദിത ഭാഗം ഋഷിഭിപുരം ദേവും. സ്വയംഭുവ മനുഃ പൗത്രം ധ്രുവം ഏവം അനുശാസ്യ തേന അഭിവന്ദിതഃ ഋഷിഭിः ഭാഗം സ്വപുരം യയൗ. ഏവം സ്വയംഭുവ പൗത്രം അനുശാസ്യമനുധ്രുവം തേനാഭിവന്ദിത ഭാഗം ഋഷിഭിः സ്വപുരം യയൗ. ഏവം സ്വയംഭുവ പൗത്രം അനുശാസ്യമനുധ്രുവം തേന അഭിവന്ദിത ഭാഗം ഋഷിഭിः സ്വപുരം യയൗ. ഏവം സ്വയംഭുവ പൗത്രം അനുശാസ്യമനുധ്രുവം തേന അഭിവന്ദിത ഭാഗം ഋഷിഭിः സ്വപുരം യയൗ. ഇങ്ങനെ ഭാഗവതത്തിന്റെ ചതുർത്ഥ സ്കന്ധത്തിലെ ഏകാദശ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. അടുത്ത അധ്യായം നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് ഇതിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് പൂർത്തിയാക്കിയിട്ട് ചോദിക്കാം. അതെ, അടുത്ത 12ാം അധ്യായം. മൈത്രേയ ഉവാചാം ഏവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശഭാൻ അപേതമന്യും ഭഗവാൻ ധനീശ്വരാം തത്രാഗതചാരണയക്ഷകിന്നരൈ സംസ്തൂയമാനോഭ്യവതൽസ്തുതാഞ്ജലി. നിവൃത്തം ധ്രുവം പിന്തിരിഞ്ഞവനായ ധ്രുവനെ. എന്തിൽ നിന്നും? യുദ്ധത്തിൽ നിന്നും. പ്രതിബുദ്ധ്യ അറിഞ്ഞിട്ട്. വൈശഫാദ്, വൈശഫം എന്ന വാക്കിനർത്ഥം വധം എന്നാണ്. അളകയിലെ പ്രജകളായ യക്ഷന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ധ്രുവൻ. ആ വൈശഫത്തിൽ നിന്നും നിവൃത്തം ധ്രുവം പ്രതിബുദ്ധ്യ പിന്തിരിഞ്ഞതായ ധ്രുവനെ കുറിച്ച് അറിഞ്ഞിട്ട് അപേതമന്യും വൈശഫാദ് അപേതമന്യും കൂടി ചെയ്യുമ്പോൾ വൈശഫാദ് അപേതമന്യം. രണ്ടാമത്തെ ചിലപ്പം ദപേതം എന്ന് കാണും. ആ ദാ മുകളിൽ തായായിട്ട് പോയി, വൈശഫാദ് എന്ന് പോയി. പിന്നെ ദ ഇല്ലെങ്കിൽ പിന്നെ അപേതമന്യുമാണ്. മഞ്ഞു കോപം, അപേതമന്യു പൊയ്പോയ കോപത്തോടു കൂടിയവനായിട്ട്, ഇന്ന് കോപമില്ലാത്തവനായിട്ട്. അപേതമന്യു കോപം ശമിച്ചവനായ ഭഗവാൻ ധനീശ്വര കുബേരൻ തത്ര ആഗത അവിടേക്ക് എത്തി. ചാരണ യക്ഷ കിന്നരൈഹി സംസ്തുയമാനോ. ചാരണയക്ഷ കിന്നരന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് കൃതാഞ്ജലിം അഭ്യവത് കൈകൂപ്പിക്കൊണ്ടു പറഞ്ഞു. അഞ്ജലി ചെയ്തു നിൽക്കുന്ന അവനോട് സന്തോഷത്തോടെ പറഞ്ഞു. കുബേര ദർശനം കൊണ്ട് വിനീതനായി കൈകൂപ്പി നിൽക്കുന്ന ധ്രുവനോട് സന്തോഷത്തോടെ മനു ഇവിടെ പറയാൻ ആരംഭിച്ചു.
കുബേരൻ പറയാൻ ആരംഭിച്ചു. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശഫാത് അപേതമന്യും ഭഗവൻ ധനേശ്വര തത്രാഗത ശാരണയക്ഷകിന്നരൈ സംസ്തൂയമാനോഭ്യവതൽ കൃതഞ്ജലി. അപേതമന്യു വൈശഫാത് നിവൃത്തം ധ്രുവം പ്രതിബുദ്ധ്യ ഭഗവാൻ ധനേശ്വരഃ തത്ര ആഗതഃ ചാരണയക്ഷ കിന്നരൈഃ സംസ്തൂയമാനഃ കൃതാഞ്ജലിഃ അഭ്യവദത്. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശഫാത് അപേതമന്യും ഭഗവാൻ ധനേശ്വരാം തത്ര ആഗതശ്ചാരണയക്ഷകിന്നരൈ സംസ്തൂയമാനോഭ്യവദൽ കൃതഞ്ജലിം. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശഫാത് അപേതമന്യും ഭഗവാൻ ധനേശ്വരാം തത്രാഗതശ്ചാരണയക്ഷകിന്നരൈ സംസ്തൂയമാനോഭ്യവദൽ കൃതഞ്ജലിം. കുബേരൻ കൈകൂപ്പി നിൽക്കുന്നു. ധ്രുവനോട് ഇങ്ങനെ പറഞ്ഞു. ധനത ഉവാച. കുബേരൻ പറഞ്ഞു, ഭോ ഭോ ക്ഷത്രിയദായാദ പരിതുഷ്ടോऽസി തേനഘാം യസ്ത്വം പിതാമഹാദേശാത് വൈരം ദുഃഖിതമത്യജാം. ഭോ ഭോ ക്ഷത്രിയദായാദ, അല്ലയോ ക്ഷത്രിയ ദായാദൻ, ബന്ധു എന്ന് പറയും. ഇവിടെ ബാലൻ എന്നർത്ഥം. ബാലനും ബന്ധു തന്നെയാണ്. ക്ഷത്രിയദായാദ, ക്ഷത്രിയ ബാലക, പരിതുഷ്ടോസ്മി, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, തേ, നിന്നോട്, അനഘ, പാപമില്ലാത്തവനാണ് അനഘൻ. ഹേ അനഘ, തേ, നിന്നോട്, പരിതുഷ്ടോസ്മി, നിന്നോട് ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചവനായി തീർന്നിരിക്കുന്നു. പരിതുഷ്ടോസ്മി. ഭോ ഭോ ക്ഷത്രിയദായാദ പരിതുഷ്ടോസ്മി തേ അനഘ. യസ്ത്വം, യാതൊരു, താങ്കളാണോ, പിതാമഹാദേശാത് വൈരം ദുഃഖിതം അത്യജ. പിതാമഹന്റെ ആദേശം കൊണ്ട്, ഉപദേശം കൊണ്ട്, പിതാമഹനായ വൈവസ്വതമനുവിന്റെ ഉപദേശം കൊണ്ട്, പിതാമഹ ആദേശാത് ദുസ്ത്യജം വൈരം, ത്യജിക്കാൻ വിഷമമുള്ള വൈരത്തെ, അത്യജ, ത്യജിച്ചുവല്ലോ താങ്കൾ. യസ്ത്വം, യാതൊരുവനായ താങ്കൾ, ത്യജിക്കാൻ വിഷമമുള്ള വൈരത്തെ, ദ്വേഷത്തെ, കോപത്തെ ത്യജിച്ചുവല്ലോ. ക്ഷത്രിയന്മാർക്ക് വൈരത്തെ ഉപേക്ഷിക്കുക അത്ര എളുപ്പമല്ല. നമുക്ക് വേണേ പറ്റിയേക്കാമായിരിക്കും, ക്ഷത്രിയന്മാർക്ക് അതല്ല. അതുകൊണ്ടാണ് ക്ഷത്രിയ ദായാദ എന്ന് വിളിക്കാൻ കാരണം. ബാലനാണെങ്കിലും ക്ഷത്രിയനാണല്ലോ. കുട്ടിയാണെങ്കിലും ഏത് കുലത്തിൽ ജനിച്ചു ആ കുലമാണ് അവിടെ പ്രധാനം. അതുകൊണ്ട് ക്ഷത്രിയദായാദനായ നിന്റെ മേൽ ഞാൻ പരിതുഷ്ടനായിരിക്കുന്നു. പിതാമഹന്റെ നിർദ്ദേശം കൊണ്ട് വൈരം വെടിഞ്ഞ് നീ ഇപ്പോൾ തിരിച്ചു പോകാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമാണ്. ഭോ ഭോ ക്ഷത്രിയദായാദാം പരിദൃഷ്ടോസ്മിതേനഘാം യസ്ത്വം പിതാമഹാദേശാത് വൈരം ദുസ്ത്യജമത്യജ. ഭോ ഭോ ക്ഷത്രിയദായാദ അനഘ തേ പരിദുഷ്ടഃ അസ്മി ത്വം പിതാമഹാദേശാത് ദുസ്ത്യജം വൈരം. ഭോ ഭോ ക്ഷത്രിയദായാദ പരിദുഷ്ടോസ്മിതേനഘാം യസ്ത്വം പിതാമഹാദേശാത് വൈരം ദുസ്ത്യജമത്യജാം. ഭോ ഭോ ക്ഷത്രിയദായാദ പരിദുഷ്ടോസ്മിതേനഘാം യസ്ത്വം പിതാമഹാദേശാത് വൈരം
ദുസ്ത്യജമത്യജ ന ഭവാനവധീദ്യക്ഷാൻ ന യക്ഷാഭാതരം തവ കാലേവ ഹി ഭൂതാനാം പ്രഭ്രപ്യ പ്രഭുഃ അപ്യഭാവയോഃ ന ഭവാൻ അവധീത് യക്ഷാൻ ഭവാൻ യക്ഷാൻ ന അവധീത അങ്ങ് യക്ഷന്മാരെ കൊന്നില്ല ന ഭവാൻ അവധീദ്യക്ഷാൻ ന യക്ഷാഹ ഭ്രാതരം തവ ആ യക്ഷന്മാർ നിന്റെ സഹോദരനായ ഉത്തമനെയും കൊന്നിട്ടില്ല. രണ്ടു വധങ്ങളും നേരല്ല. യക്ഷന്മാരെ താങ്കൾ വധിച്ചില്ല. അങ്ങയുടെ സഹോദരനെ യക്ഷന്മാരും വധിച്ചിട്ടില്ല. എന്താ കാരണം? കാലേ വഹി ഭൂതാനാം കാലം തന്നെയാണ് ഭൂതങ്ങളുടെ പ്രഭു അപ്യഭാവയോ പ്രഭു സംരക്ഷകൻ. അപ്യയഭാവയോ അപ്യയം ജനനമരണങ്ങൾ എന്നർത്ഥം. അപ്യയ ഭാവങ്ങൾക്ക് ജന്മമരണങ്ങൾക്ക് അപ്യയം മരണമാണ്, ഭാവം ജന്മവുമാണ്. അപ്യയ ഭാവയോ ജനനമരണങ്ങൾക്ക് കാലം തന്നെയാണ് ഇവിടെ ശക്തൻ. പ്രഭു പ്രഭു അപി പ്രഭു അപ്യയഭാവയോ ഭൂതങ്ങളുടെ പ്രഭുവും അപ്യയഭാവത്തിനും കാലം തന്നെയാണ് പ്രമാണം. അതിന് ഭഗവാനെ പഴി പറഞ്ഞിട്ടോ മറ്റുള്ളവരെ പഴി പറഞ്ഞിട്ടോ കാര്യമില്ല. സർവം കാലകൃതം മന്യേ അവതം ചെയ്ത അപ്രിയം എന്ന് യുധിഷ്ഠിരനെ കണ്ട് ഭീഷ്മന്റെ ഒരു കമന്റ് ഉണ്ട്. നിനക്കുണ്ടായ അപ്രിയങ്ങളൊക്കെ കാലകൃതം കൊണ്ട് ഉണ്ടായതാണ്, മറ്റൊന്നും കൊണ്ടുമല്ല എന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഭവാൻ അവധീദ്യക്ഷാൻ ന യക്ഷാഭാതരം തവാം കാലേവ ഹി ഭൂതാനാം പ്രഭുരപ്യയഭാവയോ ന ഭവാൻ അവധീദ്യക്ഷാൻ ന യക്ഷാഭാതരം തവാം കാലേവ ഹി ഭൂതാനാം പ്രഭുരപ്യയഭാവയോ അഹം അമിത്യപാർത്ഥാ ഇരജ്ഞാനാത് പുരുഷസ്യ ഹി സ്വാപ്നീവ ആഭത്യസധ്യാന യയ ബന്ധവിപര്യയോ. അഹം ഞാൻ, തു ആകട്ടെ, അഹം തു അഹം ത്വം ഇതി ഞാന് നീ എന്ന് അപാർത്ഥ ഞാനെന്നും നീയെന്നും ഉള്ള ബുദ്ധി അപാർത്ഥമാണ്, മിഥ്യ. അപാർത്ഥം മിഥ്യ. അഹം ത്വം ഇതി ധീരജ്ഞാനാത് ഞാന് നീ എന്നുള്ള നിരന്തരമായ വിചാരം കൊണ്ട് സ്വാപ്നീവ ആഭാതി സ്വപ്നം പോലെ തോന്നിക്കും. അതധ്യാനാത് ജയ തധ്യാനം അതിനെ ധ്യാനിക്കുക, അതധ്യാനം അതിനെ ധ്യാനിക്കാതിരിക്കുക. അതധ്യാനം കൊണ്ട് ബന്ധവിപര്യങ്ങൾ കെട്ടുകളാണ് ബന്ധനങ്ങളൊക്കെ. അതുകൊണ്ട്
ആത്മാവിനെ ശരിക്കറിയാത്തതാണോ ഞാനെന്നും നീയെന്നും ഒക്കെയുള്ള ഓരോ വ്യവഹാരങ്ങൾക്ക് കാരണം? ഇതൊക്കെ മിഥ്യയാണ്. വ്യവഹാരങ്ങളൊക്കെ ആത്മാവല്ലാത്തതായ ദേഹത്തിന് വ്യതിരിക്തമായ ആ ദേഹത്തിന്റെ നിരന്തരമായ ധ്യാനമാണ് ഈ ഭക്തിഭാവത്തിന് കാരണം. അതുകൊണ്ട് ജീവൻ ജന്മമരണാദികൾ അനുഭവിക്കുന്നു. ഈ ഭാവത്തിൽ നിന്നും ആത്മാവിനെ അറിയുമ്പോൾ മുക്തനാകുന്നു. നിദ്രാദോഷം കൊണ്ട് സ്വപ്ന ദർശനം നിമിത്തം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പോലെ സ്വാപ്നീവ ആഭാതി, സ്വപ്നത്തെ പോലെ തോന്നിക്കുന്നു. അതധ്യാനാദ്യ, അതധ്യാനം കൊണ്ട്, അതല്ലാത്ത ധ്യാനം കൊണ്ട് യാതൊന്നിനാൽ ബന്ധവിപര്യങ്ങൾ സ്വാപ്നീഭാവം കൊണ്ട്, സ്വപ്നത്തിലെ ഭാവം കൊണ്ട് നമുക്കിത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ആത്മാവിനെ കുറിച്ചുള്ള ശരിയായ ബോധമില്ലാത്തത് കൊണ്ടാണ് അഹം മമ എന്നുള്ള ആ അജ്ഞാനം പുരുഷനെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവല്ലാത്തതായ ദേഹത്തിന്റെ നിരന്തരമായ ധ്യാനമാണ് ഇതിന് കാരണം. അതുകൊണ്ട് ജീവൻ ജന്മമരണാദി ദുഃഖങ്ങൾ അനുഭവിക്കും. എന്നു മാത്രമല്ല, ഈ ലോകത്തു നിന്നും ആത്മാവിനെ അറിയുമ്പോൾ തന്നെ മുക്തനായി തീരുകയും ചെയ്യും. നിദ്രയുടെ ദോഷം കൊണ്ട് സ്വപ്ന ദർശനം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കും. അതുകൊണ്ടാണ് അവിടെ പദാർത്ഥ ദർശനം നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ മിഥ്യയാണെന്നറിയുന്ന പോലെ ജ്ഞാനമുണ്ടാകുമ്പോൾ ബന്ധമോക്ഷങ്ങൾക്ക് കാരണമായി ഭവിച്ച് ശരീരാഭിമാനം മിഥ്യാരൂപം. അപ്പം ഞാൻ നീ എന്നുള്ളത് അപാർത്ഥമാ, മിഥ്യയാണ്. ധീരജ്ഞാനം കൊണ്ട് പുത്രന്റെ സ്വാപ്നീവ ആഭാതി അതധ്യാനാദികളാൽ ബന്ധവിപര്യവും ബന്ധമോക്ഷങ്ങൾക്ക് കാരണമായ ധ്യാനം കൊണ്ട് സ്വാപ്നീവ ആഭാതി, സ്വപ്നത്തെ കൊണ്ട് തോന്നിക്കുന്നത്. അതുകൊണ്ടാണ് അഹം ത്വമിത്യവാർത്ഥോ ധീരജ്ഞാനാത് പുരുഷസ്യ സ്വാപ്നീവ അഭത്യതധ്യാനാത് യയാ ബന്ധവിപര്യൗ. അഹം ത്വം ധീഹി, അഹം ത്വം ഇതി ധീഹി പുരുഷസ്യ അജ്ഞാനാത് അതധ്യാനാത് സ്വാപ്നി ഇവ അപാർത്ഥ ആഭാതി യയാ ബന്ധവിപര്യൗ. അഹം ത്വമിത്യപാർത്ഥോ ധീരജ്ഞാനാത് പുരുഷസ്യ സ്വാപ്നീവ അഭത്യതധ്യാനാത് യയാ ബന്ധവിപര്യൗ. അഹം ത്വമിത്യപാർത്ഥോ ധീരജ്ഞാനാത് പുരുഷസ്യ സ്വാപ്നീവ അഭത്യതധ്യാനാത് യയാ ബന്ധവിപര്യൗ. സമയമായിരുന്നു, നമുക്ക് ലഭിച്ചിരിക്കാം. ഇതാമത്തെ ശ്ലോകം അടുത്ത ദിവസം കഴിക്കാം. ഇതിലും അർത്ഥം സംശയം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.